ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചിലത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതിൽ എൻഡ് നോട്ട് ഇടാൻ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ പോയിട്ട് കാണാം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചിൽ വേറെ ഷേപ്പിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വേവ് ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ്. അതിന് വേറെ ഒന്നും നോക്കണ്ട, നമ്മൾക്ക് എങ്ങോട്ടേക്കാണോ സ്റ്റിച്ച് വരേണ്ടത് അങ്ങോട്ടേക്ക് നോക്കിയിട്ടായിരിക്കണം ഹുക്ക് വരേണ്ടത്. അങ്ങനെ ഹുക്ക് അങ്ങനെ ക്ലോത്തിൽ ഇട്ടിട്ട് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ മുകളിലോട്ടേക്ക് എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഷേപ്പ് ഏതായാലും കുഴപ്പമില്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേവ് ഷേപ്പ് ഏത് ഷേപ്പായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് എൻഡ് നോട്ട് ഇടുക. എൻഡ് നോട്ട് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളോട് ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിപ്പിന്നെങ്കിൽ അപ്പോഴത്തേക്കിനെ സ്റ്റിച്ച് എല്ലാം കഴിഞ്ഞ് പുറത്ത് വരും. പിന്നെ ആദ്യം മുതലേ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എൻഡ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വർക്ക് സേഫായിട്ട് ഇരിക്കും. മാത്രമല്ല നമ്മൾ ഇങ്ങനെ എൻഡ് നോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള വർക്കിൽ നമുക്ക് നോട്ട് ഇടാൻ വലിയ പ്രയാസമായിട്ട് തോന്നില്ല. അപ്പോൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് എൻഡ് നോട്ടെല്ലാം കൊടുത്തിട്ട് തന്നെ ചെയ്യുക. ബീഡ്സ് എല്ലാം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ബീഡ്സ് എല്ലാം ഇളകിപ്പോകും. അപ്പോൾ അതാ പറയാനുള്ളത്. ഇങ്ങനെയാണ് ചെയ്യുക. ലാസ്റ്റ് ഈ വർക്ക് പിക്ചർ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻഡ് നോട്ട് കൊടുത്ത് വർക്ക് ഫിനിഷ് ചെയ്യുക. അത്രയേ ഉള്ളൂ. എല്ലാവരും മുന്നത്തെ വീഡിയോ എല്ലാം പോയി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന വേറെ ഒരു റൗണ്ട് ഷേപ്പിലാണ്. റൗണ്ടല്ല, ഇതിനൊന്ന് സ്പൈറൽ ഷേപ്പിൽ ചെയ്യുന്നത്. അതിനും സെയിം മെത്തേഡ് തന്നെയാണ്. ഒന്നും ഇത് വ്യത്യാസമൊന്നുമില്ല. നേരെ പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ കുറച്ച് സ്റ്റിച്ചെല്ലാം ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആയല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിൻ്റെ വലിപ്പം നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ ചെയിൻ സ്റ്റിച്ചിൽ ചെയ്യാൻ പറഞ്ഞത് സ്റ്റിച്ച് വലുതാക്കി ചെയ്യാനാണ്. വലുതാക്കി ചെയ്യുക, എത്ര വലുതാക്കാൻ പറ്റുമോ അത്രയും വലുതാക്കിയിട്ട് തന്നെ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഇപ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിൻ്റെ വലിപ്പം കുറച്ച് മാക്സിമം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ വർക്ക് കൂടുതൽ ഭംഗിയാകുന്നത് ചെറിയ ചെറിയ സ്റ്റിച്ച് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ മാക്സിമം ചെറുതാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഡിസൈന്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഡിസൈനാണ്. ഇതിലൊരു കർവിൻ്റെ ഷേപ്പും ഉണ്ട്, പിന്നെ പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം അങ്ങനത്തെ പിക്ചറെല്ലാം വരുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും. അപ്പോൾ ആ പോയിൻ്റുള്ള ഭാഗം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ കർവുള്ള ഭാഗത്ത് ആദ്യം ചെയ്ത് തുടങ്ങുക. അത് നമുക്ക് സാധാരണ പോലെ തന്നെ ഇത്ര നേരം ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് കൊടുത്ത് ചെയിൻ സ്റ്റിച്ച് ചെറിയ ചെറിയ സ്റ്റിച്ചാക്കിയിട്ട് തന്നെ കൊടുക്കുക. നീഡിൽ ഹുക്ക് എങ്ങോട്ടേക്കാണോ സ്റ്റിച്ച് വരുന്നത് അങ്ങോട്ടേക്ക് നോക്കിയിട്ടാണ് ഹുക്ക് വരേണ്ടത്. അങ്ങനെ ചെയ്തിട്ട് ആ പോയിൻറ്റിലെടുക്ക് എത്തുമ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്ത സ്റ്റിച്ചിനേക്കാളും ഒരു ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുവരെ കൊടുത്തതിനേക്കാളും ഒരു ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് ഷേപ്പ് വെച്ച് ഈ ചെറിയ സ്റ്റിച്ചിന് നമ്മൾ പറയുന്നത് ലോക്ക് എന്നാണ്. മുന്നേ നമ്മൾ പഠിച്ചത് നോട്ടാണ്, അത് എൻഡ് നോട്ട്. ഇത് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ലോക്ക്. നോട്ടും ലോക്കും മാറിപ്പോണ്ട. അപ്പോൾ ചെറിയൊരു ലോക്ക് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് പറയുന്നത്, ലോക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് വരും. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ചെറിയ സ്റ്റിച്ച് ഏറ്റവും ചെറുതാക്കിയിട്ട് കൊടുക്കാൻ, അതായത് ലോക്ക് കൊടുക്കാൻ ചില പറ്റിയിട്ടുണ്ടാവില്ല, ചില കുട്ടികൾക്ക് പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികൾക്ക് എൻഡ് നോട്ട് തന്നെ കൊടുത്തോ.
എന്നാലും കറക്റ്റ് ഷേപ്പ് തന്നെ കിട്ടും. ഞാൻ നമ്മളിപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് എൻഡിലോട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ലോക്ക് കൊടുത്താൽ മതി. പക്ഷേ അത് ഏറ്റവും ചെറുതായിട്ട് സ്റ്റിച്ച് എൻ്റെ കുറച്ച് കുട്ടികൾക്ക് ചെറിയ സ്റ്റിച്ച് കൊടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറയും എന്നാൽ ഓക്കെ ലോക്ക് തന്നെ കൊടുത്തേത്. അങ്ങനെയാണെങ്കിൽ ലോക്ക് കൊടുത്തോ നോട്ട് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡിസൈൻ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത അതായത് പിന്നെ വേവിൻ്റെ ഷേപ്പ്, പിന്നെ സ്പൈറൽ ഷേപ്പ്, പിന്നെ ഇപ്പോൾ ചെയ്ത ആ ഷേപ്പ്, അങ്ങനെ പലതും നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഷേപ്പ് ചെയ്യണം അതും എല്ലാം ചെയ്ത് നോക്കുക. ഇപ്പം സെറി ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തത്. അത് പോരാണ്ട് നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ടും സിൽക്ക് ത്രെഡ് വെച്ചിട്ടും ഈ പഠിച്ച എല്ലാ സ്റ്റിച്ചും ഒന്നും കൂടെ ചെയ്ത് നോക്കുക. ആദ്യം ഒറ്റ നൂലായിട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ 2 ഡബിൾ നൂലാക്കിയിട്ട് നൂല് മടക്കിയിട്ട് ഈ പറയുന്ന എല്ലാ നൂലുകളും മടക്കിയിട്ട് 2 മടക്കാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത് വെച്ചത്. എല്ലാ നൂലിനെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്യാം.